ഹലോ, എസ് ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുന്ന കുറച്ച് ഹാൻഡ് പിക്ക് കളക്ഷൻ സാരീസ് ആയിട്ടാണ്. വീണ്ടും കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ്സിന്റെ സാരീസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് ഒത്തിരി ഡിമാൻഡുള്ള ഒരു കളക്ഷൻ ആയിരുന്നു നെറ്റ് കട്ട് വർക്ക് സാരീസിന്റെ. ഇപ്പോൾ നമുക്ക് പല്ലൂരും ബോഡിയിലും ഒക്കെ നെറ്റ് കട്ട് വർക്ക് വരുന്ന പോലത്തെ ഒരു പാറ്റേൺ സാരീസ് ആണ്. നമുക്ക് ഓൾറെഡി അതിന്റെ 2-3 ഷെയ്ഡ്സ് നേരത്തെ പാറ്റേൺ സ്റ്റോക്കിലൊക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതിന് കുറേ ഷെയ്ഡ്സ് നമുക്ക് ഇപ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണാം. ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു നല്ല ബേബി പിങ്ക് ഷെയ്ഡാണ്. ഞാൻ ഓൾറെഡി എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ പേസ്റ്റൽ ഷെയ്ഡ്സിലെ ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഈ ഒരു ബേബി പിങ്ക് ഷെയ്ഡ്. ബേബി പിങ്ക് ഷെയ്ഡിൽ ഇതിൻ്റെ പല്ലു പോർഷനാണിത്. പല്ലുവിൽ നമുക്ക് നേരത്തെ ആപ്ലിക് വർക്കിലൊക്കെ വന്നിരിക്കുന്ന ആ ഒരു പാറ്റേണിൽ ഫുൾ ഫ്ലോറൽ ഡിസൈനാണ് ഇതിൻ്റെ ഒരു പല്ലു ഫുൾ വന്നിരിക്കുന്നത്. പല്ലുവിൽ ഓരോ ഫ്ലവേഴ്സും ലീഫുമാണ് നമുക്ക് ആ ഒരു നെറ്റ് കട്ട് വർക്ക് പാറ്റേണിൽ വന്നിരിക്കുന്നത്. ഇതുണ്ടോ, നെറ്റ് കട്ട് വർക്ക് എന്ന് പറയുമ്പോഴത്തേനും ഈ ഒരു സാരിയിൽ ലീവ്സ് ആണെങ്കിലും ഫ്ലവേഴ്സ് ആണെങ്കിലും ഇതുപോലെ കട്ട് വർക്കാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ആ ഒരു ഹോൾസ് അല്ല, ഹോൾസിന് പകരം നെറ്റ് മെറ്റീരിയൽ വെച്ചിട്ട് കവർ ചെയ്തിട്ടാണ് ഈ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത്. അങ്ങനെ നെറ്റ് കട്ട് വർക്ക് പാറ്റേണിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ്. ഇതിൻ്റെ പല്ലുവാണ് ഇത്രയും റിച്ച് ആയിട്ട് വർക്ക് വരുന്നത്. ഇതുണ്ടോ, ഇതിൻ്റെ പല്ലു പോർഷനിലാണ് ഇത്രയും റിച്ച് ആയിട്ട് ആ ഒരു ഹെവി വർക്ക് വരുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു വർക്ക് ഇതിൻ്റെ പല്ലു പോർഷനിലുണ്ട്, നല്ല റിച്ച് ആയിട്ട്. ഇത് ബോഡി പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ സ്കാറ്റർ ചെയ്ത് ഫ്ലവർ പാറ്റേൺ ആണ് വരുന്നത്. ഇതുണ്ടോ, ഇതുപോലത്തെ ആ ഒരു സിംഗിൾ ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്ത് വരുന്നത് പോലെ ഓരോ ഫ്ലവേഴ്സും സ്കാറ്റർ ചെയ്ത നെറ്റ് കട്ട് വർക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ബോഡി പോർഷനിൽ വന്നിരിക്കുന്ന ഫ്ലവേഴ്സും നെറ്റ് കട്ട് വർക്കിൽ തന്നെയാണ്. പക്ഷേ ഫുള്ളായിട്ട് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് ഓരോരോ സിംഗിൾ ഫ്ലവേഴ്സ് ആയിട്ടാണ് ഇതിൻ്റെ ബോഡി പോർഷനിൽ വരുമ്പോഴത്തേനും ഇതിലേക്ക് വരുന്നത്. അതുപോലെ ഈ ഒരു സാരിയുടെ ഫുൾ ബോർഡറും ഇതുപോലെ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട്. ഫുൾ ആ ഒരു എല്ലാ ബോർഡറും എൻഡും എല്ലാം ഇതുപോലെ സ്കാലപ്പ് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് ബ്ലൗസ് വരുമ്പോഴും വിത്ത് ബ്ലൗസ് ഇതുപോലെ ആ ഒരു നെറ്റ് കട്ട് വർക്ക് പാറ്റേണും ഇത് കണ്ടോ, ഇതുപോലെ ആ ഒരു സ്ലീവിൽ നെറ്റ് കട്ട് വർക്ക് ഒരു ഫ്ലവറും വരും. അതുപോലെ എൻഡ് സ്കാലപ്പും വരുന്നത് പോലെ വർക്കുള്ള പോലത്തെ തന്നെ പാറ്റേണിലാണ് ബ്ലൗസും വന്നിരിക്കുന്നത്. ബ്ലൗസ് വരുമ്പോഴത്തേനും ഇച്ചിരി ചന്തേരി മിക്സ് വരുന്നത് പോലത്തെ ഒരു ഫാബ്രിക്കിലാണ് ബ്ലൗസ് വരുന്നത്. സാരി വരുമ്പോൾ ഇത് മൂങ്ങ ചെക്കിലാണ് വന്നിരിക്കുന്നത്. മൂങ്ങ ചെക്കും സോഫ്റ്റ് ചെക്ക് കോട്ട തമ്മിൽ വലിയൊരു ഹ്യൂജ് ഡിഫറൻസ് ഒന്നുമില്ല. നമുക്ക് ആ ഒരു ചെക്ക് പാറ്റേണിൽ വരുന്ന ഡിഫറൻസ് ആണ്. പിന്നെ മൂങ്ങ ചെക്ക് സോഫ്റ്റ് കോട്ടയുടെ അത്രയും സോഫ്റ്റ് അല്ല, ഇച്ചിരി ഒരു വ്യത്യാസം, ഹ്യൂജ് ഡിഫറൻസ് ഒന്നുമില്ല. ചെക്സ് ഈ പറഞ്ഞ പോലെ ഡിഫറെൻ്റ് ആണ്. മറ്റേതിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ ചെക്സ് മാത്രമേ വരത്തുള്ളൂ. മൂങ്ങ ചെക്സിൽ വരുമ്പോഴത്തേനും വലിയൊരു ചെക്സിന് ഉള്ളിൽ ചെറിയ ചെക്സ് വരുന്ന പോലെയാണ്. സെയിം രണ്ടും ഹോൾസ് ഒന്നും വരുന്ന കോട്ട മെറ്റീരിയൽ അല്ല, അല്ലാതെ തന്നെയുള്ള ചെക്സിൽ വരുന്ന കോട്ട മെറ്റീരിയലാണ്. ഇതാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളറ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2595 ആണ്, 2595. ഞാൻ ഓൾറെഡി പറയാറുള്ളത് പോലെ ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡഡ് അല്ല, നമുക്ക് പ്രൈസ് അല്ലാതെ തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ്. ഇത് നമുക്ക് എപ്പോഴും പേസ്റ്റൽ ഷെയ്ഡ്സിൽ ഏറ്റവും ഡിമാൻഡുള്ളൊരു ഷെയ്ഡാണ് ഈ ഒരു പേസ്റ്റൽ ഗ്രീന്. ഏത് പാറ്റേൺ കൊണ്ടുവന്നാലും നമുക്ക് ഏറ്റവും ഫസ്റ്റ് സ്റ്റോക്ക് ഔട്ട് ആവുന്നത് ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ്. പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. ചെറിയ ഫ്ലവേഴ്സിലൊക്കെയുള്ള ചെറിയ ഡിഫറൻസ് ഒക്കെ മാത്രമേ ഈ സാരീസിലെല്ലാം അങ്ങോട്ടുള്ളൂ. പക്ഷേ ഈ ഇതിൽ വന്നിരിക്കുന്നത് നമ്മുടെ സോഫ്റ്റ് കോട്ട നേരത്തെ കാണിച്ച ആ ഒരു ചെക്ക് പാറ്റേണിലാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച മൂങ്ങ ചെക്സ് അല്ല ചെക്സ്, ഇതിന് മുമ്പൊക്കെ നമ്മൾ കാണിക്കാറുള്ള സോഫ്റ്റ് കോട്ടയിൽ വരുന്ന പോലത്തെ അത്രയും ചെറിയ ചെക്സ് മാത്രമുള്ള പോലത്തെ ചെക്സാണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഫുൾ സെൽഫ് കളർ ആയിട്ടുള്ള ചെക്സ് മാത്രം. മൂങ്ങ ചെക്സ് വരുമ്പോൾ ഒരു ചെറിയൊരു ഓഫ് വൈറ്റിൽ ഒരു ബേജ് കളറിലെ ഒരു ചെക്സിനകത്താണ് ഈ ചെറിയ ചെക്സ് വരുന്നത്. ഇതിനകത്ത് വരുമ്പോൾ അങ്ങനെയില്ല, ഫുൾ ആ ഒരു ചെറിയ ചെക്സ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പല്ലു പോർഷൻ ഇങ്ങനെ വരും, ഫുൾ സ്കാലപ്പ് വർക്കുണ്ട്. അതുപോലെ ബോഡി പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇത് കണ്ടോ, ഇതുപോലെ സ്കാറ്റർ ചെയ്ത് ഈ ഒരു ഫ്ലവർ പാറ്റേൺ ഇതുപോലെ വരുന്നത് പോലെയാണ് ഇതിൻ്റെ ബോഡി പോർഷൻ വരുന്നത്. കണ്ടോ, ഇതുപോലെ ഒത്തിരി അകലത്തിലല്ല, എന്നാൽ ഇച്ചിരി സ്കാറ്റർ ചെയ്ത ഒരു പാറ്റേൺ ആയിട്ടാണ് ഈ ഒരു സാരിയിൽ ആ ഒരു വർക്ക് വന്നിരിക്കുന്നത്. സെയിം, ബാക്കി എല്ലാം സെയിം തന്നെയാണ്. നമുക്ക് ബ്ലൗസ് വരുമ്പോഴാണെങ്കിലും ഒരു ചന്തേരി മിക്സ് പോലത്തെ ഒരു ഫാബ്രിക്കിലാണ് ബ്ലൗസ് വരുന്നത്. ബ്ലൗസിൻ്റെ എൻഡിൽ നമുക്ക് ആ ഒരു സെയിം പാറ്റേൺ വർക്കും അതുപോലെ സ്കാലപ്പ് വർക്കും ഉണ്ട്. ഇതുണ്ട്, ബ്ലൗസിൻ്റെ എൻഡ് പോർഷനിൽ നമുക്ക് ആ ഒരു സ്കാലപ്പ് വർക്കും അതുപോലെ ആ ഒരു ബ്ലൗസിൻ്റെ ആ ഒരു ഇതിൽ വരുന്ന വർക്കും അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇതുണ്ട്, സെയിം ബാക്കിയെല്ലാം സെയിം പാറ്റേൺ ആണ്. ഇതിൽ നമുക്കിനി നെക്സ്റ്റ് വരുന്ന കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഈ ഗ്രീൻ പോലെ തന്നെ നമുക്ക് ഒത്തിരി ഡിമാൻഡുള്ളൊരു ഷെയ്ഡാണ് പീച്ച് ഷെയ്ഡ്. പീച്ച് ഷെയ്ഡാണ് നമുക്ക് നെക്സ്റ്റ് ഈ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്നത്. ഇതുണ്ട്, സെയിം നമുക്ക് നേരത്തെ ലീഫ് കട്ട് വർക്കിലൊക്കെ ഈ ഒരു പീച്ച് ഷെയ്ഡ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഈ പറഞ്ഞ പീച്ച് ഷെയ്ഡ്
ബാക്കി സ്റ്റോക്കിലൊന്നും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു ഷെയ്ഡാണ്. ഇത് ഒത്തിരി നമുക്ക് ലീഫ് കട്ട് വർക്കിലൊക്കെ ഒത്തിരി ഡിമാൻഡ് വന്നൊരു ഷെയ്ഡ് തന്നെയാണ്. ഇതാണ് അതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. നല്ല ഭംഗിയുള്ള റിച്ച് ആയിട്ടുള്ള പല്ലു പോർഷനാണ്. സെയിം ആ ഒരു വർക്കെല്ലാം സെയിം, ബാക്കി കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഈ ഗ്രീനിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തും ചെക്സ് വരുന്നത് ചെറിയ ചെക്സ് മാത്രമാണ്. സാരീസിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത് 2595 ആണ്. നല്ല ഭംഗിയുള്ള ഒരു ക്ലാസ് ലുക്കുള്ള സാരീസ് നമുക്ക് ചെറിയ ഫംഗ്ഷൻ ആണെങ്കിലും കൊടുക്കാം, ഡെയിലി വെയറിലാണെങ്കിലും കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും സാരി യൂസ് ചെയ്യാവുന്ന പോലത്തെ, സ്റ്റാർച്ച് ഒന്നും ചെയ്യേണ്ടാത്ത നല്ല മെറ്റീരിയൽ വരുന്ന പോലത്തെ സാരിയാണ്. ഇതിൻ്റെ ബോഡി പോർഷൻ വരുമ്പോഴത്തേനും ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് ഫ്ലവർ പാറ്റേൺ വരുന്ന പോലെയാണ് ഇതിൻ്റെ ബോഡി പോർഷൻ വരുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ മൂന്നാമത്തെ ഷെയ്ഡാണ്. നെക്സ്റ്റ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ ലാവൻഡർ ഷെയ്ഡാണ്. ലാവൻഡർ ഷെയ്ഡും നമുക്ക് ഈ പറഞ്ഞ ലാവൻഡർ ഷെയ്ഡ് നമുക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമുക്ക് രണ്ട് ഷെയ്ഡ്സ് നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിനകത്ത് വന്നിരിക്കുന്ന ഷെയ്ഡായി ലാവൻഡറും ഐവറിയും. അത് രണ്ടും നമുക്ക് വീണ്ടും റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. ഇത് മൂങ്ങാ ചെക്കിലാണ് വരുന്നത്. ഇതുണ്ട് ഇതിൻ്റെ ചെക്സ് വരുമ്പോഴത്തേനും ആ ഒരു ഓഫ് വൈറ്റിൽ വലിയ ചെക്സിനകത്തൂടെ ചെറിയ ചെക്സ് വരുന്ന പാറ്റേണിലാണ് ഇതിനകത്ത് ആ ഒരു ചെക്സ് വന്നിരിക്കുന്നത്. ആ മൂങ്ങാ ചെക്ക് പാറ്റേണിലാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എല്ലാം കോട്ട ഫാബ്രിക് തന്നെ കേട്ടോ. എല്ലാം കോട്ട ഫാബ്രിക്, ഒന്നും സ്റ്റാർച്ച് ചെയ്യേണ്ടാത്ത ടൈപ്പുള്ള കോട്ടൺ ബ്ലെൻഡഡ് ആയിട്ടുള്ള കോട്ട ഫാബ്രിക് ആണ്. ഇതിൻ്റെ പല്ലു പോർഷനിൽ ഇത്രയും റിച്ച് ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ബോഡി പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ സ്കാറ്റർ ചെയ്ത് ഫ്ലവേഴ്സ് വരുന്ന പോലെ ഇതിൻ്റെ ബോഡി പോർഷനിൽ ഫ്ലവേഴ്സ് വരുന്നത് നല്ല ഭംഗിയായിട്ട്. ഈ പറഞ്ഞ പോലെ ഈ ഷെയ്ഡ്സ് ഒക്കെ പേസ്റ്റൽ ഷെയ്ഡ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും, എല്ലാ കോംപ്ലക്ഷനിലുള്ളവർക്കും നന്നായിട്ട് സ്യൂട്ടബിൾ ആവുന്ന കളർ ഷെയ്ഡ്സ് ആണ്. നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ സാരീസ് വരുമ്പോൾ എപ്പോഴും ഒത്തിരി നമ്പേഴ്സ് ഉണ്ടാവില്ല. ഓരോ കളർ ഷെയ്ഡ്സും നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കേ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഒത്തിരി ആൾക്കാർ നമ്മളെ ഉച്ച കഴിഞ്ഞത്തേനൊക്കെ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേനും മിക്കവാറും ചില ഷെയ്ഡ്സ് ഒക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും. അപ്പം മാക്സിമം ഈ പറഞ്ഞ പോലെ നേരത്തെ തന്നെ കോൺടാക്ട് ചെയ്യാൻ നമുക്ക് എപ്പോഴും ഇതൊന്നും റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല. ഇതിപ്പോൾ ആ ഒരു ക്രിസ്മസ് സീസണിനോടനുബന്ധിച്ച് നമുക്ക് പേസ്റ്റൽ ഷെയ്ഡ്സ് ഇൻക്ലൂഡ് ചെയ്തതിന് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് ചെയ്യിപ്പിച്ചെടുത്തതാണ്. നമ്മൾ ഈ ഷെയ്ഡ്സ് എല്ലാം നമുക്ക് ഇത്രയും ഡിമാൻഡ് വന്നതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഈ പറഞ്ഞ പോലെ ചെയ്യിപ്പിച്ചെടുത്താണ് ഈ ഒരു ഷെയ്ഡ്സ് എല്ലാം. സെയിം അത്രയും നമുക്ക് ഡിമാൻഡ് വന്ന പാറ്റേൺസ് ആയിരുന്നു ഈ ഒരു മൂങ്ങ ചെക്സ് ആണെങ്കിലും, അതുപോലെ കോട്ടായിലാണെങ്കിലും ഒക്കെ ഈ നെറ്റ് കട്ട് വർക്ക് ആണെങ്കിലും, അതുപോലെ ലീഫ് കട്ട് വർക്കൊക്കെ നമ്മളിതിപ്പം ചെയ്യിപ്പിച്ച് വീണ്ടും ചെയ്തെടുത്തതാണ്. ഇത് നല്ല, ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഐവറി നമുക്ക് നല്ല മൂവ്മെൻ്റ് ഉള്ളൊരു കളർ ഷെയ്ഡാണ്. അത്രയും നല്ലൊരു കളക്ഷനാണ്. ഇതും വരുന്നത് ചെറിയ ചെക്സ് ആണ് പാറ്റേൺ വരുന്നത്. പ്രൈസ് എല്ലാം സെയിം തന്നെയാണ്, 2595 തന്നെയാണ് ഇതിൻ്റെ എല്ലാം പ്രൈസ് വരുന്നത്. സെയിം പാറ്റേൺ. ഇതാണ് എൻ്റെ ലാസ്റ്റ് ഷെയ്ഡ്, ഐവറി ഷെയ്ഡാണ് അതിനകത്ത് ലാസ്റ്റ് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ മിക്സ്ഡ് ആയിട്ടുള്ളൊരു ചന്തേരി ഫാബ്രിക്കിൽ വരുന്നിട്ട് ഇതിനകത്ത് എൻഡിൽ ഇതുപോലെ ആ ഒരു വർക്കും ആ ഒരു സ്കാലപ്പ് വർക്കും സ്ലീവിൽ വരുന്നത് പോലെയാണ് ഇതിനകത്ത് ആ ഒരു വർക്ക് വരുന്നത്, ബ്ലൗസിൽ വർക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും സാരീസാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. ഈ ഒരു പാറ്റേണിൻ്റെ കുറച്ച് കളർ ഷെയ്ഡ്സാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ നമുക്ക് വരുന്ന വീഡിയോയിൽ പേസ്റ്റലായിട്ടാണെങ്കിലും അല്ല പുതിയ വേറെ കളക്ഷൻസ് ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മൾ ഒത്തിരി കോൺടാക്ട് ചെയ്യാറുണ്ട് അങ്ങനത്തെ നമ്മുടെ ഒരു സ്റ്റോക്കിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഷെയ്ഡ്സ് ഉള്ള സാരീസ് ആണെങ്കിലും യങ്സ്റ്റേഴ്സിന് പറ്റുന്ന പോലത്തെ കളക്ഷൻസ് ഒക്കെ ആണെങ്കിലും, അതുപോലെ നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി, മിഷൻ എംബ്രോയിഡറി കളക്ഷൻസ് ഒക്കെ ആണെങ്കിലും നമ്മുടെ നെക്സ്റ്റ് വീഡിയോസിലായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.